ഇത് ലൈവ് എക്സാമ്പിൾ ആണ്. എൻ്റെ അടുത്ത് കുറെ അമ്മമാര് ബേബി വിയറിങ്ങിനെ കുറിച്ചിട്ടും ബേബി ക്യാരിയറിനെ കുറിച്ചിട്ടും സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഫുൾ ടേം നോർമൽ ഹെൽത്തി ബേബീനെ നമുക്ക് ഡേ 1 മുതൽ ന്യൂ ബോൺ ഫേസിലെ ബേബി വിയറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ ബോണിന് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എപ്പോഴും ടമ്മി ടു ടമ്മിയാണ്. ഇതുപോലെ അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ്. 3 മാസം കഴിഞ്ഞ് നമുക്ക് കുഞ്ഞിനെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത് മുന്നിൽ നടക്കുന്നതെല്ലാം കണ്ടിരിക്കുന്ന രീതിയിൽ ഇരുത്താം. ഇതിന്റെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. അതിനൊരു ഗോൾഡൻ റൂൾ ഉണ്ട്. കുഞ്ഞ് നല്ല ടൈറ്റ് ആയിട്ട് സ്നഗ് ആയിട്ട് നമ്മുടെ ബോഡി ക്ലോസ് ആയിട്ട് വേണം ഇരിക്കാൻ. ഇൻ വ്യൂ ഓൾ ടൈംസ്. കുഞ്ഞിനെ നമുക്ക് എപ്പോഴും കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം. നമുക്ക് കുഞ്ഞിനെ ഉമ്മ വെക്കാൻ പറ്റുന്ന അത്രയും ക്ലോസ് ആയിട്ടായിരിക്കണം കുഞ്ഞിന്റെ ഫോർഹെഡ് ഉണ്ടാവുക. നമ്മുടെ ചെസ്റ്റിലേക്ക് കുഞ്ഞിന്റെ ചിൻ മറഞ്ഞു പോയിട്ട് എയർവേ ബ്ലോക്ക് ആവാതെ നോക്കണം. സപ്പോർട്ടഡ് ബാക്ക് സപ്പോർട്ട് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടി കാല് കുഞ്ഞിന്റെ ഇതുപോലെ എം ഷേപ്പിൽ വേണം ഇരിക്കാൻ. കാല് താഴേക്ക് തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവരുത്. ഇത്രയും കറക്റ്റ് ആയിട്ട് ചെയ്താൽ ബേബി വെയറിംഗ് 100% സേഫ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു കാരിയർ ആണ്. ബേബി കാരിയർ ന്യൂ ബോൺ കമ്പാറ്റബിൾ ആയിരിക്കണം. ഇങ്ങനെ ഒരു ന്യൂ ബോൺ സപ്പോർട്ടും കൂടി ഉണ്ട്, ഹെഡ് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കാരിയർ യൂസ് ചെയ്യുമ്പോൾ ബേബിക്ക് അറ്റ്ലീസ്റ്റ് 3.5 കിലോന്റെ മേലെ വെയിറ്റ് ഉണ്ടാവും. ഇതിന്റെ ലിങ്ക് ഞാൻ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്യാം. മെയിൻ ആയിട്ട് നമ്മുടെ 4th ട്രൈമസ്റ്റർ, അതായത് ഡെലിവറി കഴിഞ്ഞുള്ള 3 മാസം കുഞ്ഞിനെ അമ്മയുടെ വോംത്തും ആ ഒരു അമ്മയുടെ ഹാർട്ട് ബീറ്റും ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് ആ വൂമ്പിന്റെ ആ ഒരു ഫീലിംഗ് ആയിരിക്കും കിട്ടുക. ബേബിനെ ഇതുപോലെ വെയർ ചെയ്യുമ്പോൾ ബേബി കോൺസ്റ്റന്റ് മോഷനിലായിരിക്കും. ഇത് ബേബിയുടെ വെസ്റ്റിബുലർ സിസ്റ്റം, അതായത് ബാലൻസ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റിനെ നല്ലപോലെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈവൻ പ്രീ ടേം ആയിട്ടുള്ള ബേബീസിന് പോലും അമ്മയുടെ അടുത്ത് ഇതുപോലെ ക്ലോസ് ആയിട്ട് സ്കിൻ ടു സ്കിൻ കങ്കാരു കെയർ കൊടുക്കാറുണ്ട്. ബേബിയും അമ്മയും ഇതുപോലെ ക്ലോസ് ആയിട്ട് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ബ്രെയിനിൽ നിന്ന് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതിലൂടെ മിൽക്ക് സപ്ലൈ നല്ല രീതിയിൽ ഇൻക്രീസ് ആവുകയും ചെയ്യും. ഇതേ ഓക്സിറ്റോസിൻ തന്നെ അമ്മക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബേബി നല്ലപോലെ ഉറങ്ങും. ഇത് ലൈവ് എക്സാമ്പിൾ ആണ്. ബേബി ഇത്ര ക്ലോസ് ആയിട്ട് ബേബിയുടെ സ്മെല്ലും ആ ഒരു വാംത്തും ഇത്രയും കിട്ടുമ്പോൾ ഇതിലും നന്നായിട്ട് ബോണ്ട് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഉണ്ടോ? നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും കുഞ്ഞിനെ ക്യാരി ചെയ്ത് നടക്കുന്നതിൽ.